ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സ്പെഷ്യൽ മന്തിയാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനേക്ക് ആവശ്യമായ അരി ഇവിടെ അളന്നെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഏലക്കായ്, പട്ട, ഗ്രാമ്പു, കുരുമുളക് ഇവയൊക്കെ ഇട്ട് തിളപ്പിച്ച് ഊറ്റി വെക്കാം നമ്മുടെ റൈസ്. പിന്നെ അതിലോട്ട് ആവശ്യമായ തക്കാളി, സവോള, മാഗി ക്യൂബ് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. പച്ചമല്ലിയും നല്ല ജീരകവും പൊടിച്ച് മാറ്റി വെക്കാം. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മൂത്ത് ബ്രൗൺ കളറാകുമ്പോൾ അതിലോട്ട് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച മല്ലിയും ജീരകവും ചേർത്ത് മൂത്ത് വരുമ്പോൾ അത് കോരി മാറ്റാം. ഇനിയൊരു പാത്രം എടുത്ത് അടിയിൽ പിടിക്കാതിരിക്കാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ശേഷം അതിലോട്ട് നമ്മൾ അടിച്ച് വെച്ച പേസ്റ്റില്ലേ, സവാളയും തക്കാളിയും അതൊഴിച്ച് കൊടുക്കുക. ശേഷം നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച വെളുത്തുള്ളി, ഇഞ്ചിയും പൊടികളും അതിലോട്ടിടുക. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ചിക്കനും കൂടെ അതിലോട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ബിരിയാണിക്കൊക്കെ ദമ്മിടും പോലെ ചിക്കനാക്കി വെക്കാം. ഇനിയൊരു വാഴൻ്റെ ഇല വെട്ടി അതിലോട്ട് വെച്ചിട്ട് നമ്മൾ തിളപ്പിച്ച് ഊറ്റി വെച്ച ചോറ് അതിലോട്ടിട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി കലക്കി ഒഴിച്ച് കൊടുക്കാം. കളർ ചേർക്കേണ്ടവർക്ക് ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച ഓയിലില്ലേ, അതും കൂടെ മേലോട്ട് പാർന്നതിന് ശേഷം ദമ്മിട്ട് വെക്കാം. നമ്മുടെ ദമ്മിലൊക്കെ കിടന്ന് ചോറ് ഇവിടെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മ് പൊട്ടിക്കാം. ഇനി ഓരോന്നായി ഇതിലോട്ട് നമുക്ക് മാറ്റി ഇടാം. അപ്പം എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ മസാലയൊക്കെ നല്ലപോലെ വെന്ത് വെള്ളം വറ്റി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ, ബായ്.